عليكم ورحمة الله. الحمد لله الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, കാരുണ്യവാനായ റബ്ബിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഈ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്ന വിഷയത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹു ഈ സംഗമം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും അനുഗ്രഹങ്ങളുടെ ലോകമായ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒന്നിച്ചുകൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സാങ്കേതിക വിദ്യയും അറിവും പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദിനേന എന്നോണം മനുഷ്യൻ നേടിക്കൊണ്ടിരിക്കുന്ന പുരോഗതികൾ കണ്ണുകൊണ്ട് കണ്ടറിയുന്നവരാണ് നമ്മൾ. സങ്കല്പിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ലോകത്ത് വികാസങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഭാഗത്ത് അത് നടക്കുമ്പോഴും മറുഭാഗത്ത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നത് മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ വിഷാദ രോഗികളുടെയും മനോരോഗികളുടെയും എണ്ണം കൂടി വരികയും ജീവിതത്തെ സംബന്ധിക്കുന്ന കൃത്യമായൊരു കാഴ്ചപ്പാട് കണ്ടെത്താൻ സാധിക്കാതെ ചെറിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴേക്കും അസ്വസ്ഥമാകുന്ന മനസ്സിൻ്റെ ഉടമകളായി തീരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇവിടെയാണ് ഏത് കാലഘട്ടത്തിലും ജീവിക്കുന്ന മനുഷ്യന് സുരക്ഷിതത്വം നൽകുന്ന അമ്ന് അഥവാ നിർഭയത്വം നൽകുന്ന ഏറ്റവും സുന്ദരമായ ഒരു ജീവിത മാതൃക, ഒരു വിശ്വാസ സംഹിത പരിശുദ്ധ ഖുർആനും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഏത് കാര്യത്തിലും മാനസികമായ പ്രയാസങ്ങൾ നേരിടുന്ന ഘട്ടത്തിൽ ഒരാശ്വാസം മനുഷ്യന് ലഭിക്കുക അത് പങ്കുവെക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു ഇണയുണ്ടാകുന്നത്, ഒരു തുണയുണ്ടാകുന്നത് വലിയ ആശ്വാസമാണ്. ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും നേരിടുന്ന സമയത്ത് അതൊരാളോട് പറയുമ്പോൾ ഒരാശ്വാസമാണ്. പക്ഷേ പറഞ്ഞതുകൊണ്ട് മാത്രം പ്രശ്നം തീർന്നില്ല, അത് പരിഹരിക്കപ്പെടണം. നേരിടുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കണം, സമാധാനം ലഭിക്കണം. അത് എവിടെ നിന്ന് ലഭ്യമാകും? അത് ഒരു മനുഷ്യൻ്റെ മുമ്പിലോ ഒരു ഔലിയയുടെ മുമ്പിലോ ഒരു കല്ലിൻ്റെ മുമ്പിലോ ഒരു ഖബറിൻ്റെ മുമ്പിലോ സമർപ്പിച്ചതുകൊണ്ട് പരിഹരിക്കപ്പെടാവുന്നതല്ല. മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും നിർമാർജനം ചെയ്യാൻ, സമാധാനം അവന് നൽകാൻ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള കാരുണ്യവാനായ റഹ്മാനും റഹീമുമായ നാഥനു മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ശാശ്വതമായ ഒരു സുഖത്തെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ച്, സംതൃപ്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് മനുഷ്യന് നൽകാൻ സൃഷ്ടാവായ റബ്ബിലുള്ള വിശ്വാസത്തിനല്ലാതെ മറ്റൊന്നിനും സാധ്യമല്ല. നമ്മൾ ഈ ജീവിക്കുന്ന ജില്ലയിൽ തന്നെ ഈ ജില്ലയെ മുൻനിർത്തിക്കൊണ്ട് നടന്ന ഒരു പഠനമുണ്ട്. കേരളത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ 1,00,011 എന്നതാണ് ആത്മഹത്യയുടെ നിരക്കെങ്കിൽ കേരളത്തിൽ അത് 1,32,000. ഈ പഠനം നടത്തിയ ഏജൻസി അവരുടെ പഠന റിപ്പോർട്ടിൻ്റെ അവസാന ഭാഗത്ത് എഴുതി ചേർത്ത ഒരു വാക്യമുണ്ട്. കേരളത്തിൽ ജില്ല തിരിച്ചുകൊണ്ട് ആത്മഹത്യകളുടെ കണക്കെടുക്കുമ്പോൾ ഏറ്റവും കുറവ് ആത്മഹത്യയുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. അതിന് അവർ പറഞ്ഞ കാരണം, മലപ്പുറം ജില്ലയിൽ 75% മുസ്ലിങ്ങളാണ്,
അവർ വെച്ചു പുലർത്തുന്ന പ്രത്യേക വിശ്വാസമാണ് മലപ്പുറം ജില്ല ആത്മഹത്യയുടെ എണ്ണത്തിൽ കുറവാകാനുള്ള കാരണമെന്നാണ്. ഇത് ഒരു മുസ്ലിം ഏജൻസി അല്ല പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ ഈ ഒരു വലിയ സാമൂഹിക പ്രശ്നത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ മലപ്പുറം ജില്ലയിൽ ആത്മഹത്യ താരതമ്യേന കുറയാനുള്ള കാരണം മുസ്ലിങ്ങളാണ് ബഹുഭൂരിഭാഗം, അവർ വെച്ചു പുലർത്തുന്ന പ്രത്യേക വിശ്വാസമാണ് ആത്മഹത്യ കുറയാൻ കാരണമെന്നാണ്. ഇത് ഒരു അംഗീകാരമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മനുഷ്യന്റെ മനസ്സമാധാനത്തിലുള്ള മാർഗം എന്താണ്? ഇത് പറയുമ്പോഴാണ് 2 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയുടെ വടക്കു ഭാഗത്തുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒരു ബസ് ആക്സിഡന്റ് നടന്നപ്പോൾ ബസ്സിലെ കണ്ടക്ടർ ഫോൺ എടുത്ത് ബസ്സിന്റെ ഉടമസ്ഥനെ വിളിക്കുന്നു. ഉടമസ്ഥന് വിളിച്ച സമയത്ത് ആ ബസ്സുടമ ഫോൺ അറ്റൻഡ് ചെയ്യാണ്. ചുറ്റിലും ആളുകളുണ്ട്. അയാൾ കണ്ടക്ടറോട് ചോദിക്കുന്നു, അപകടത്തിൽപ്പെട്ടത് എത്ര മുസ്ലിങ്ങൾ, എത്ര ഹിന്ദുക്കൾ? ഫോണ് കട്ട് ചെയ്ത ശേഷം അടുത്തുള്ള ആളുകൾ വിഷയം അന്വേഷിച്ച ശേഷം അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് മോശമാണ് ഈ ചോദിച്ചിട്ടുള്ളത്? നിങ്ങളുടെ ബസ് ഒരു അപകടത്തിൽപ്പെട്ടാൽ അതിൽ എത്ര മുസ്ലിങ്ങൾക്ക് പരിക്ക്, എത്ര ഹിന്ദുക്കൾക്ക് പരിക്ക് പറ്റി എന്ന് നിങ്ങൾ ചോദിച്ച് ശരിയാണ്. അപ്പോൾ ആ ഗോപിയേട്ടൻ്റെ മറുപടി, നിങ്ങൾക്കത് മനസ്സിലാകാഞ്ഞിട്ടാണ്. മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പടച്ചോന്റെ വിധിയാണെന്ന് പറഞ്ഞു അവരങ്ങ് പോയിക്കോളും. നമ്മളെ ആളുകൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ കേസും കൂട്ടുമായിട്ട് ഞാൻ പിന്നാലെ പോകേണ്ടി വരും. അതുകൊണ്ട് മുസ്ലിങ്ങൾ എണ്ണത്തിലധികണ്ട് എനിക്കൊരാശ്വാസമാണ്. ഇതൊരു ബസ് ഉടമയുടെ വിലയിരുത്തലാണ്. പക്ഷെ ഈ പറഞ്ഞ ഒരു തലത്തിലേക്ക് ഞാനും നിങ്ങളും അടങ്ങുന്ന ഇസ്ലാമിൻ്റെ വക്താക്കൾക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യമാണ്. ജീവിതത്തിൽ എന്തു പ്രശ്നങ്ങൾ വരുമ്പോഴും, ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും, കയറ്റമാണ് ഇന്നുള്ളെങ്കിൽ നാളെ ഒരു ഇറക്കമുണ്ടാകും, ഇന്ന് രോഗമാണെങ്കിൽ നാളെ സമാധാനമുണ്ടാകും എന്നത് ഉൾക്കൊള്ളാൻ പ്രായോഗിക തലത്തിൽ പ്രശ്നം അഭിമുഖീകരിക്കുന്ന സമയത്ത് ആർക്കാണ് സാധിക്കുക? അത് ഈമാനിലൂടെ അമ്ന് നേടിയെടുത്തിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ്. ഈമാൻ എന്ന വാക്കും അമ്ന് എന്ന വാക്കും പരസ്പര ബന്ധിതമാണ്. അമ്ന് എന്നാൽ നിർഭയത്വം ഒരാൾക്ക് ലഭിക്കുന്നത് ഈമാനിലൂടെ മാത്രമാണ്. ആ ഈമാന്റെ ആധാരം സൃഷ്ടാവും സംരക്ഷകനുമായ ഏകനായ റബ്ബിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യമാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നിങ്ങൾ പറയണമെന്നല്ല, മറിച്ച് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നിങ്ങൾ പഠിക്കണം. പഠിച്ചു മനസ്സിലാക്കിയിട്ട് ഹൃദയം കൊണ്ട് ഹൃദയത്തിൽ നിന്ന് വരേണ്ടുന്ന വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത്. ആ നിലക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും മനക്കരുത്തോടുകൂടി, മനസ്സമാധാനത്തോടുകൂടി നേരിടാനുള്ള ഒരു ഇച്ഛാശക്തി വിശ്വാസിക്ക് കൈമുതലായിത്തീരും. വിശുദ്ധ ഖുർആൻ ഈ ചരിത്രമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം കൊച്ചുപ്രായം, യുവത്വത്തിലേക്ക് കാലെടുത്തു വച്ച സമയം, ബോധ്യപ്പെട്ട സത്യത്തിന് വിരുദ്ധമാണ് സ്വന്തം ഉപ്പയും നാട്ടുകാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ ഫതകൂന ലിശ്ശൈത്വാനി വലിയ. എന്റെ പ്രിയപ്പെട്ട ഉപ്പ, അങ്ങ് പിശാചിന്റെ കൂട്ടുകാരനാകുന്നതും അങ്ങേ നരകാഗ്നി ബാധിക്കുന്നതും ഞാൻ ഭയപ്പെടുന്നു എന്ന് ഉപ്പയുടെ മുഖത്ത് നോക്കി സത്യം വെട്ടിത്തുറന്നു പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് ആദർശധീരനായ മകൻ. മലയാളത്തിൽ ആലങ്കാരികമായി ഉപയോഗിക്കുന്ന അഗ്നി പരീക്ഷണം നേർക്ക് നേരെ അനുഭവിക്കേണ്ടി വന്നു. തീയിലേക്ക് എറിയപ്പെടാൻ പോകുന്ന സമയത്താണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം, അള്ളാഹു നിയോഗിച്ചയച്ച മലക്ക് വരികയാണ്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? റബ്ബിന്റെ കൽപ്പനയുണ്ട്. തീയിലേക്ക് എറിയപ്പെടുന്ന ഘട്ടത്തിൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മറുപടി ഹസ്ബി അല്ലാഹ് വ നിഅ്മൽ വകീൽ. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി, കാര്യങ്ങൾ ഭരമേൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ അവനാണ്. ആ മനസ്സറിഞ്ഞുള്ള വാക്കിന്റെ തുടർന്നുള്ള പടച്ചതമ്പുരാന്റെ സംവിധാനമാണ് അതിന്റെ പ്രതികരണം എന്നോണം. കരിച്ചു കളയുക എന്നതാണ് തീയുടെ സ്വഭാവമെങ്കിൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ യാ നാറു കുനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, അള്ളാഹുവിന്റെ കൽപ്പന. ആ വസ്തുവിന്റെ ഭൗതിക സ്വഭാവത്തെ മാറ്റിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മുമ്പിൽ തണുപ്പും രക്ഷയുമായി മാറാൻ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു. അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിൽ ഏൽപ്പിച്ച് പ്രതിസന്ധി ഘട്ടത്തിൽ പതറാതെ വസ്തുക്കൾക്ക്, പദാർത്ഥങ്ങൾക്ക് സ്വഭാവം കൊടുക്കാൻ കഴിവുള്ള റബ്ബ് അത് മാറ്റാനും കഴിവുള്ളവനാണ് എന്നത് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു സംഭവം പടച്ച തമ്പുരാൻ അവിടെ സൃഷ്ടിച്ചെടുക്കുകയാണ്.
ഈ ഒരു ഉറച്ച വിശ്വാസം, ഈ ഒരു ഉറച്ച ധൈര്യം ചരിത്രത്തിൽ പിറകിലേക്ക് പിന്നീട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാലം മുന്നോട്ട് നീങ്ങി മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ ദുആയുടെ ഫലമായി മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഭുജാതനാകും. ബദറിന്റെ താഴ്വാരത്തിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ടി വന്ന ആ ഘട്ടത്തിൽ 3 മടങ്ങിലേറെ വരുന്ന ശത്രു സൈന്യം സർവായുധ സജ്ജരായിക്കൊണ്ട് എതിർഭാഗത്ത് നിൽക്കുന്ന സന്ദർഭത്തിലാണ് മുഹാജിറുകളോടും അൻസാറുകളോടും അനുമതി ചോദിച്ച് മഹാനായ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ എന്ത് വേണമെങ്കിലും കൽപ്പിച്ചുകൊള്ളു പ്രവാചകരെ, സമുദ്രം കുറുകെ കടക്കാനാണ് അങ്ങ് കൽപ്പിക്കുന്നതെങ്കിൽ അതിനു പോലും ഞങ്ങൾ തയ്യാറാണ്. കാരണം അങ്ങൊന്ന് കൊണ്ടുവന്നതിനെ സത്യപ്പെടുത്തുകയും അങ്ങയിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ എന്ന് പ്രതികരിച്ചപ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഗ്നിയിലേക്ക് എറിയപ്പെടുന്ന ഘട്ടത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ അതേ വാക്കാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പ്രഖ്യാപിച്ചത്. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. നമുക്ക് അല്ലാഹ് മതി, കാര്യങ്ങൾ ഭരമേൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ അവനാകുന്നു. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടുന്ന രൂപത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ അടിമയുടെ കാര്യം പടച്ച തമ്പുരാൻ ഏറ്റെടുക്കുമെന്നാണ് തുടർന്ന് ബദറിന്റെ പാഠവും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വിശുദ്ധ ഖുർആനിൽ ബദറിന്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് എന്താണ്? അത് സത്യവിശ്വാസികൾക്കുള്ള സന്തോഷ വാർത്തയാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. അല്ലാഹുവിൽ നിന്നല്ലാതെ മറ്റൊരിടത്തു നിന്നും സഹായം ലഭിക്കാനില്ല എന്ന പാഠം ദിനങ്ങൾക്ക് മുമ്പ് നമ്മൾ അയവിറക്കിയ ബദറിന്റെ ചരിത്രവും നമുക്ക് പഠിപ്പിച്ചിരുന്നതാണ്. അവിടെ മലക്കുകളെ ഇറക്കിക്കൊണ്ട് പോലും പടച്ചതമ്പുരാൻ സഹായിക്കുന്നു. എന്തുകൊണ്ട്? അവരുടെ വിശ്വാസത്തിനുള്ള അംഗീകാരമാണ്. ഏത് ഘട്ടത്തിലും ഏതാപൽ പ്രതിസന്ധികളിലും തങ്ങളെ കൈവിടാത്ത റഹ്മാനും റഹീമുമായ റബ്ബുണ്ട് എന്നുള്ള വിശ്വാസം. അതിന് മാത്രമേ പ്രതിസന്ധികളെ നേരിടാനുള്ള മനക്കരുത്ത് മനുഷ്യന് നൽകാൻ സാധിക്കുള്ളൂ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ബസ്സിൽ യാത്ര ചെയ്തിരുന്ന സന്ദർഭത്തിൽ ഒരു അനുഭവം ഓർത്തു പോകുന്നു. വളരെ ദൂരെയുള്ള ഒരു ആദർശ ബന്ധുവായ സഹോദരനെ അടുത്ത സീറ്റിൽ കിട്ടി. സംസാരങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി. അയാൾ കീശയിൽ നിന്ന് കടലാസുകൾ എടുത്ത് കാണിക്കാൻ തുടങ്ങി. ഭാര്യ ക്യാൻസർ ബാധിച്ച് കിടക്കുകയാണ്. ഭാര്യയുടെ സഹോദരി കിഡ്നിയുടെ അസുഖം ബാധിച്ച് കിടക്കുകയാണ്. മകൻ ഒരു പ്രൊഫഷണൽ സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടി കോഴ്സ് കഴിഞ്ഞിട്ട് ഫീസ് മുഴുവനായി അടച്ചു തീർക്കാൻ കഴിയാത്തത് കൊണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. ഈ പ്രതിസന്ധികളുടെ ഓരോന്നിൻ്റെയും വക്കത്ത് നിന്ന് തൻ്റെ ബന്ധുക്കളുടെ ഓരോരുത്തരുടെയും ആഭരണം വിറ്റതിൻ്റെ കടലാസ് എൻ്റെ കയ്യിലേക്ക് കാണിച്ചു തന്നിട്ട് ചിരിക്കുന്ന മുഖത്തോടുകൂടി എൻ്റെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നാലും അബ്ദുൾ റഷീദ്, ഭാര്യക്ക് രോഗമില്ലാത്ത, ദാരിദ്ര്യവും കഷ്ടപ്പാടും ഇല്ലാത്ത ഒരു ലോകം വേറെ ഉണ്ടല്ലോ എന്നത് ചിന്തിക്കുമ്പോഴാണ് മനസ്സിന്റെ ആശ്വാസമെന്ന് ഈ പ്രതിസന്ധിയുടെ നടുക്കളത്തിൽ സ്വന്തമായി വീടില്ലാത്ത ആ സഹോദരൻ മുഖത്തു നോക്കി പറഞ്ഞപ്പോ ഒരു അനുഭവ പാഠമെന്ന നിലയ്ക്ക് ഞാൻ ഓർത്തുപോകുന്നു. മനുഷ്യനെ ഈ രൂപത്തിൽ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കാൻ അള്ളാഹുവിലുള്ള വിശ്വാസത്തിനും പരലോകത്തിലുള്ള വിശ്വാസത്തിനുമല്ലാതെ യാതൊന്നിനും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അടിക്കടി നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. നോമ്പിലൂടെ നമ്മൾ നേടിയെടുത്തത് എന്താണ്? തഖ്വയാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന് വിശദീകരിച്ചു കൊടുത്തല്ലോ എന്താണ് തഖ്വ. ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന, രാത്രി സമയത്ത് വെളിച്ചമില്ലാതെ നടന്നു നീങ്ങുന്ന ഒരു യാത്രക്കാരന്റെ മനസ്സിലുണ്ടാകുന്ന ഭയം, അതാകുന്നു തഖ്വ. ലോകമാകുന്ന ഒരു ഇടവഴിയിലൂടെയാണ് ഞാനും നിങ്ങളും നടന്നു നീങ്ങുന്നത്. കണ്ണും കാതും മനസ്സും സ്വാധീനിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ചുറ്റിലും. അത്തരം ഘട്ടത്തിൽ എല്ലാ അവയവങ്ങളെയും തിന്മയിൽ നിന്ന് കാത്തു സൂക്ഷിച്ച് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ഒറ്റയടി പാതയിലൂടെ അർദ്ധരാത്രി സമയത്ത് കയ്യിൽ വെളിച്ചമില്ലാതെ നടന്നു നീങ്ങുന്ന യാത്രക്കാരന്റെ മനസ്സിലുണ്ടാകുന്ന ആ ഭയത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു വഴി കാണിക്കുമെന്ന് പടച്ച തമ്പുരാന്റെ വാഗ്ദാനമാണ്. എനിക്ക് പെൺകുട്ടികൾ 5 6 എന്നൊക്കെ ചില ആളുകൾ വലിയ പ്രശ്നമായി പറയാറുണ്ട്. എന്നാൽ ചില ആളുകൾ പറയുന്നേക്ക 6 പെൺകുട്ടികളാണ് എനിക്ക് സന്തോഷമുണ്ട്, കാരണം 6 ആൺകുട്ടികളെയും കിട്ടുമല്ലോ. അങ്ങനെ കാണുന്ന ആളുകൾ, അതെ, ജീവിതത്തിലെ ഏത് കാര്യവും അള്ളാഹു നൽകിയത് ഖൈറിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുകയും ഏത് പ്രതിസന്ധികളിലും റബ്ബ് വഴി കാണിക്കുമെന്നുള്ള ഉത്തമമായ വിശ്വാസം റബ്ബിന്റെ വാഗ്ദാനമാണ്. യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്.
കണക്കാക്കാൻ പറ്റാത്ത മാർഗത്തിലൂടെ അള്ളാഹു അവന് വിഭവങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആര് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നുവോ അവന് റബ്ബ് മതി. ഇന്നല്ലാഹ ബാലിഗു അംരിഹി. അള്ളാഹു തന്റെ കാര്യം പൂർത്തീകരിക്കുന്നവനാണ്. റബ്ബ് തന്റെ തീരുമാനം പൂർത്തീകരിക്കുന്നവനാണ്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ. അള്ളാഹു എല്ലാ കാര്യത്തിനും ഒരു കണക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ഖലായിലുള്ള ഖദറിലുള്ള വിശ്വാസം മനസ്സിനെ പഠിപ്പിച്ചാൽ ജീവിതത്തിൽ പ്രയാസമേ ഇല്ല. ഗൾഫിൽ നിന്ന് 50 നിലയുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് വീണു ഒരു സഹോദരൻ. ഒരു പരിക്കും പറ്റിയില്ല. കൂടെയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു ഒന്ന് ആഘോഷിക്കണം, ചെലവ് ചെയ്യണം. ഉടനെ തന്നെ റോഡ് കുറുകെ കടന്ന് മറുഭാഗത്തുള്ള കടയിൽ നിന്ന് ഒരു ബോട്ടിൽ പെപ്സി വാങ്ങിയിട്ട് തിരികെ കടക്കാൻ ശ്രമിക്കുന്നു. ഒരു വണ്ടി വന്ന് ഇടിക്കുന്നു, അവിടെ വെച്ച് മരിക്കുന്നു. 50 നിലയുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് വീണിട്ട് മരിക്കാത്തയാള് അത് ആഘോഷിക്കാൻ വേണ്ടി കൂൾ ഡ്രിങ്ക്സ് വാങ്ങി തിരിച്ച് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ മരിക്കണം എന്നുള്ള അള്ളാന്റെ ഖലാവാണ്. തട്ടി മാറ്റാൻ കഴിയില്ല. ഏത് കാര്യത്തിലും റബ്ബ് ഒരു കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടുവോ എങ്കിൽ ഇതിനേക്കാൾ ഗുണമുള്ള ഒന്ന് എനിക്ക് നാളെ ലഭിക്കാൻ വേണ്ടിയാണ്. ഇവിടെ 4 ലക്ഷം 5 ലക്ഷം രൂപ മുടക്കി ഒരു റൂം എടുത്തു, ബിസിനസ് തുടങ്ങി, പൊട്ടിപ്പോയി. കുഴപ്പമില്ല, അള്ള എന്തോ ഒരു ഖൈർ കണ്ടിട്ടുണ്ട്. ഒരു കോഴ്സിന് വേണ്ടി ചേരാൻ വേണ്ടി വിദ്യാർത്ഥിക്ക് ശ്രമം നടത്തി, വിദ്യാർത്ഥി ലഭിച്ചില്ല, അതിനേക്കാൾ നല്ല ഒന്ന് വേറെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിലെ ഏത് കാര്യം, വിവാഹാന്വേഷണമാകട്ടെ, ബിസിനസ് ആകട്ടെ, ജോലിയാകട്ടെ, ഏത് കാര്യവും ആഗ്രഹിച്ചത് ലഭിക്കാതിരിക്കുന്ന സമയത്ത് ഭാവിഭൂത വർത്തമാനങ്ങൾക്ക് അതീതമായി കാര്യങ്ങൾ അറിയുന്ന റബ്ബ് എനിക്ക് നന്മ ആഗ്രഹിച്ചിട്ട് ഇതിനെ തട്ടിമാറ്റിയതാണ് എന്നത് ഉൾക്കൊള്ളാൻ യഥാർത്ഥ വിശ്വാസിക്ക് സാധിക്കുള്ളൂ. അവന് മാത്രമേ നഷ്ടങ്ങളിൽ ഒരിക്കലും വേവലാതിപ്പെടാതെ ഏത് നഷ്ടത്തെയും തന്റെ നന്മയുടെ അക്കൗണ്ടിലേക്ക് വരവ് വെക്കാനും അവന് സാധിക്കുകയുള്ളൂ. അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. പ്രതിസന്ധിയിൽ മുങ്ങി നിൽക്കുന്ന ഘട്ടത്തിൽ, ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ അതിശക്തമായ ഘട്ടത്തിൽ സൂറത്തു സുമറിൽ അള്ളാഹ് ചോദിച്ച ചോദ്യമാണ് പ്രവാചകനോട്. തന്റെ അടിമക്ക് അല്ലാഹു പോരെ? അള്ളാഹ് അല്ലാത്ത ആളുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവർ താങ്കളെ ഭയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹ് ഒരാളെ വഴികേടിലാക്കുകയാണെങ്കിൽ നേർമാർഗത്തിലാക്കാൻ സാധിക്കുന്ന ഒരാളുമില്ല. അള്ളാഹു ഹിദായത്തിലാക്കുകയാണെങ്കിൽ വഴികേടിലാക്കുന്ന ഒരാളുമില്ല. അലൈസല്ലാഹു ബിഅസീസിൻ ദിൻതിഖാം. അള്ളാഹു പ്രതാപശാലിയും ശിക്ഷിക്കാൻ കഴിവുള്ളവനുമല്ലേ? വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന അല്ലാഹ്. ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് ആ മുശ്രിക്കുകളോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ് എന്ന്. ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാത്തു ദുർരിഹി ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാത്തു റഹ്മതി. എങ്കിൽ അവരോട് ചോദിക്കുക, അള്ളാഹ് എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുത്താൻ ഉദ്ദേശിച്ചാൽ അത് നീക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? അള്ളാഹു എനിക്കൊരു നന്മ തരാൻ ഉദ്ദേശിച്ചാൽ അത് തടയാൻ സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഖുൽ ഹസ്ബി അല്ലാഹ്. പറയുക പ്രവാചകരെ, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. അവനിലാണ് ഭരമേൽപ്പിക്കുന്ന ആളുകൾ ഭരമേൽപ്പിക്കുന്നത്. അതുകൊണ്ട് റബ്ബ് വിധിച്ചിരിക്കുന്ന ഒരു കാര്യത്തെ തടുക്കാൻ ഒരാൾക്കും കഴിയില്ല. റബ്ബ് തടുത്ത ഒരു കാര്യത്തെ നൽകാൻ ഒരാൾക്കും സാധിക്കില്ല. നമസ്കാരത്തിന് ശേഷം അതുകൊണ്ടാണല്ലോ വിശ്വാസി ആവർത്തിച്ച് പറയുന്നത്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയതിനെ തടയുന്നവരില്ല, നീ തടഞ്ഞതിനെ നൽകുന്നവരുമില്ല. ഇത് വെറുതെ പറഞ്ഞു പോകേണ്ടതല്ല. ജീവിതത്തിലെ അനുഭവങ്ങൾ വരുന്ന സമയത്ത് ഹൃദയത്തെ പഠിപ്പിക്കേണ്ടുന്ന ആശയമാണ്. വിശുദ്ധ ഖുർആൻ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൽ ഏൽപ്പിക്കേണ്ടുന്ന രൂപത്തിൽ ഏൽപ്പിക്കുന്നത് വഴി വിശ്വാസിക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വം എത്രത്തോളം വലുതാണ്. മഹാനായ മൂസാ അലൈഹിസ്സലാം നാടുവിട്ട് ഓടിപ്പോകേണ്ടി വന്നു. ചരിത്രം നമുക്കറിയാം. കിബുത്തികളിൽപ്പെട്ട ഒരാളും ബനു ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ഒരാളും തമ്മിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ ഇടപെട്ടതാണ്. അവിചാരിതമായി ആ ശത്രു മരിച്ചുപോയി, പ്രശ്നമായി തീർന്നു. നാട് വിട്ട് ഓടിപ്പോകേണ്ടി വന്നു മഹാനായ മൂസാ അലൈഹിസ്സലാമിന്. വിദൂരമായ മദിയനിലെ മരുഭൂമിയിൽ ഏകാഗിയായി സഹായിക്കാൻ ആരുമില്ലാതിരിക്കുന്ന ഘട്ടത്തിലാണ് 2 പെൺകുട്ടികൾ ആടുകളെയുമായി വരുന്നത്. ആടുകൾക്ക് വെള്ളം നൽകാൻ അവർക്ക് വെള്ളം മുക്കി കൊടുത്ത് അവരെ സഹായിച്ച ശേഷം ഒരു തണലിലേക്ക് അദ്ദേഹം മാറിയിരിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ഘട്ടം. ഉപജീവന മാർഗമില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല. ഏകാഗിയായി ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ
ഇരിക്കേണ്ടി വന്ന ഘട്ടത്തിൽ മഹാനായ മൂസ അലൈഹിസ്സലാം റബ്ബിനോട് നടത്തുന്ന പ്രാർത്ഥന, ഫസഖാലഹുമാ സുമ്മ തവല്ലാ ഇലൽ ഫഖാല റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. വല്ലാത്തൊരു ചോദ്യമാണ്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, നന്മയിൽപ്പെട്ട എന്തൊന്ന് നീ ഇറക്കി തന്നാലും അത് സ്വീകരിക്കാൻ മാത്രം ദരിദ്രനാണ് ഞാൻ. അതിനപ്പുറം വേറൊന്നും പറയാനില്ല. ദാരിദ്ര്യത്തിന്റെ ഏറ്റവും മൂർത്ത രൂപമാണ് അവിടെ മൂസ എന്ന ചെറുപ്പക്കാരൻ. ഒന്നുമില്ല കയ്യിൽ. ആ സമയത്ത് മിനിറ്റുകൾക്കകമത തിരിച്ചു വരുന്ന ഒരു പെൺകുട്ടി അദ്ദേഹത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പിതാവിന്റെ മുമ്പിൽ വെച്ച് അംഗീകാരം നൽകുന്നു. കവിയുൻ അമീൻ, ശക്തനാണ് അദ്ദേഹം, വിശ്വസ്തനാണ് അദ്ദേഹം. ആ പെൺകുട്ടികളിൽ ഒരാളെ പിതാവ് മൂസ എന്ന ഈ ചെറുപ്പക്കാരന് വിവാഹം ചെയ്തു കൊടുക്കുന്നു. നിമിഷങ്ങൾക്ക് മുമ്പ് മദിയനിലെ മരുഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാതെ റബ്ബിന്റെ നേരെ കൈയുയർത്തിയ അടിമയെ അള്ളാഹു ഏറ്റെടുത്തു. ഭാര്യയെ നൽകി, ജോലി നൽകി, കുടുംബത്തെ നൽകി, സുരക്ഷിതത്വം നൽകി. അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠമാണ്. ആ റബ്ബാണ് നമ്മുടെ റബ്ബ്. ഏത് പ്രതിസന്ധികളിലും ആത്മാർത്ഥത നിറഞ്ഞു നിൽക്കുന്ന ഹൃദയത്തോടുകൂടി റബ്ബിൽ സമർപ്പിക്കാൻ, ദുആ ചെയ്യാൻ തയ്യാറായാൽ അവിചാരിതമായ, സങ്കല്പിക്കാൻ സാധിക്കാത്ത മാർഗങ്ങളിലൂടെ അള്ളാഹു നമ്മുടെ സംരക്ഷണം ഏറ്റെടുക്കുമെന്നുള്ള പാഠം. അതുകൊണ്ട് അള്ളാഹ് ചോദിക്കുന്നത്, തന്റെ അടിമക്ക് റബ്ബ് പോരെ, പടച്ചതമ്പുരാൻ പോരെ? ആ റബ്ബിനെ മനസ്സിലാക്കുന്ന അടിമക്ക് ലഭിക്കുന്ന മനസ്സമാധാനം, അതിന് സമാനമായ ഒന്ന് നൽകാൻ ലോകത്ത് മറ്റൊരാശയത്തിനും ആദർശത്തിനും സാധ്യമല്ല. അള്ളാഹ് വീണ്ടും പറയുന്നു, ഖുൽ ഇന്നല്ലാഹ യുദില്ലു മൻ യശാഉ വയഹ്ദി ഇലൈഹി മൻ അനാബ്. പറയുക പ്രവാചകർ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ വഴികേടിലാക്കും, പശ്ചാത്താപമുള്ള ആളുകളെ അവൻ നേരായ മാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ആരാണ് പശ്ചാത്താപമുള്ള യഥാർത്ഥ വിശ്വാസി? അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. യഥാർത്ഥ മുഅ്മിനുകളുടെ സ്വഭാവം എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് അവരുടെ മനസ്സ് സമാധാനമുള്ളതായി തീരും. എന്നിട്ട് റബ്ബ് ചോദിക്കുന്ന ചോദ്യം, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് ഹൃദയങ്ങൾ സമാധാനമുള്ളതായി തീരുക? അറിയുക, മനസ്സിലാക്കുക. ഇതുകൊണ്ട് മാത്രമേ മനസ്സിന് സമാധാനം കിട്ടുള്ളൂ. പടച്ചവനെ സംബന്ധിച്ചുള്ള ഓർമ്മ വർദ്ധിപ്പിക്കുക. ശത്രുക്കളുടെ ആക്രമണത്തിന്റെ സന്ദർഭത്തിൽ ശത്രുക്കളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ 8-ാമത്തെ അധ്യായത്തിൽ 62-ാമത്തെ ആയത്തിലൂടെ റബ്ബ് വീണ്ടും പഠിപ്പിക്കുന്നു, യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇറങ്ങിയ ആയത്താണ്. അവർ താങ്കളെ വഞ്ചിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിശ്ചയം താങ്കൾക്ക് അല്ലാഹ് മതി. തന്നിൽ നിന്നുള്ള സഹായം കൊണ്ട്, അതേപോലെ തന്നെ സത്യവിശ്വാസികളെ കൊണ്ട് താങ്കളെ ശക്തിപ്പെടുത്തിയിട്ടുള്ളവർ അവനാണ്. വിശ്വാസികളായ ആളുകൾ അവരുടെ മനസ്സുകളെ കൂട്ടിയോജിപ്പിച്ചത് റബ്ബാണ്. പരസ്പരം പോരാടിക്കൊണ്ടിരുന്ന അവരെ ഹൃദയങ്ങളെ ബന്ധിപ്പിച്ചത് താങ്കളല്ല, മറിച്ച് റബ്ബാണ് എന്ന് പഠിപ്പിച്ച ശേഷം തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹ് പറയുന്നു, യാ അയ്യുഹൻ നബിയ്യു ഹസ്ബുകല്ലാഹ് വമനിത്തബഅക മിനൽ മുഅ്മിനീൻ. പ്രവാചകരെ, താങ്കൾക്കും വിശ്വാസികളിൽപ്പെട്ട താങ്കളെ പിൻപറ്റിയ ആളുകൾക്കും അല്ലാഹു മതി. അവർ താങ്കളെ വഞ്ചിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പടച്ചതമ്പുരാന്റെ സുരക്ഷിതത്വം താങ്കൾക്കുണ്ടായിത്തീരും എന്നുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള ആശ്വാസത്തിന്റെ വചനമാണ് ഇത്. എക്കാലത്തുമുള്ള വിശ്വാസികൾക്കുള്ള പാഠമാണ്. ശത്രുക്കൾ, എതിരാളികൾ എന്തൊക്കെ തന്ത്രങ്ങൾ പയറ്റിയാലും നമുക്കറിയാം, ചരിത്രത്തിലൂടെ വിശുദ്ധ ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠം. യൂസുഫ് എന്ന സഹോദരനെ കിണറ്റിലെറിഞ്ഞ് കൊല്ലാൻ അസൂയമൂത്ത സഹോദരങ്ങൾ, യൂസുഫ് അലൈഹി സ്വലാമിന്റെ സഹോദരങ്ങൾ ആഗ്രഹിച്ചുവെങ്കിൽ അതേ സഹോദരങ്ങളെ യൂസുഫ് അലൈഹി സ്വലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യിച്ചവനാകുന്നു പടച്ചതമ്പുരാൻ. ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ ജനിക്കുന്ന മുഴുവൻ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലാൻ ഫിർഔൻ തീരുമാനിച്ചുവെങ്കിൽ ഏതൊരു കുഞ്ഞ് കാരണത്താലാണോ ഫിർഔനിന്റെ നാശം സംഭവിക്കാതിരിക്കുന്നത്, ആ കുഞ്ഞിനെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വളർത്തുകയും ആ കുഞ്ഞിന് മുല കൊടുക്കാൻ വേണ്ടി ആ കുഞ്ഞിന്റെ ഉമ്മയെ തന്നെ എത്തിക്കുകയും അതിനുള്ള ചിലവ് ഫിർഔനിന്റെ കൈകൊണ്ട് നൽകിക്കുകയും ചെയ്തിട്ടുള്ളവനാ പടച്ചതമ്പുരാൻ. റബ്ബിന്റെ യുക്തി അപാരമാണ്. അതുകൊണ്ട് ഒരിക്കലും തന്നെ മറ്റൊരാളുടെയും കുതന്ത്രങ്ങൾക്ക് നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല, അള്ളാഹുവിന്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ന്
റസൂലുള്ളയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്നുവെങ്കിൽ അത് എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് ബാധകമാണ്. പക്ഷേ ഈ ഒരു ഈമാനിക തലത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രം. സൂറത്തു ശുഅറാ 26-ാമത്തെ അധ്യായം 78 മുതലുള്ള വചനങ്ങളിൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അർത്ഥഗർഭമായ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസത്തിന്റെ പേരിൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്ന, ആദർശ പ്രബോധന മാർഗത്തിൽ അഗ്നി പരീക്ഷകൾ വരെ നേരിടേണ്ടി വന്ന മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് നടത്തിയ പ്രഖ്യാപനം, അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ. ആരാണ് എന്റെ റബ്ബ്? എന്നെ സൃഷ്ടിച്ചവനാണ്, എനിക്ക് മാർഗം കാണിച്ചു തരുന്നവനാണവൻ. വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ. എനിക്ക് ആഹാരം നൽകുന്നതും പാനീയവും നൽകുന്നവനാണ് അവൻ. എന്റെ ഭക്ഷണം, എന്റെ പാനീയം അത് അവന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. എനിക്ക് രോഗം ബാധിച്ചാൽ അവൻ എന്നെ സുഖപ്പെടുത്തുന്നവനാണ്, സൗഖ്യം നൽകുന്നവനാണ് എന്റെ റബ്ബ്. വല്ലദീ യുമീതുനീ സുമ്മ യുഹീൻ. എന്നെ മരിപ്പിക്കുന്നതും പിന്നീട് ജീവിപ്പിക്കുകയും ചെയ്യുന്നതും അവൻ തന്നെയാണ്. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ. വിധിദിനത്തിന്റെ ദിനത്തിൽ എന്റെ പാപങ്ങൾ പൊറുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഏതൊരുവന്റെ പേരിലാണോ അവനാകുന്നു എന്റെ റബ്ബ്. റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നീ ബിസ്സാലിഹീൻ. അതുകൊണ്ട് നാഥ, എനിക്ക് നീ തത്വജ്ഞാനം നൽകുകയും എന്നെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്, റബ്ബിനെ അറിഞ്ഞുകൊണ്ട് നടത്തിയ പ്രാർത്ഥന. രോഗം വന്നാൽ അവൻ തന്നെയാ സുഖപ്പെടുത്തുന്നത്, ഭക്ഷണം നൽകിയത് അവനാണ്, പാനീയം നൽകിയത് അവനാണ്. അതുകൊണ്ട് നാളെ പരലോകത്തും എന്നെ രക്ഷപ്പെടുത്തുന്നവൻ, എന്റെ പാപങ്ങൾ പൊറുക്കുന്നവൻ അവനാകുന്നു എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി റബ്ബിനോട് ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തുന്ന ദുആ. ശേഷം സന്താനത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ദുആ. ആ ദുആയുടെ ഫലം വാർദ്ധക്യത്തിൽ കുഞ്ഞു ജനിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. പടച്ചതമ്പുരാന്റെ തീരുമാനമാണ്. അതുകൊണ്ട് ഏത് വിഷയത്തെയും അള്ളാഹുവിൽ സമർപ്പിക്കുക വഴി ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ലഭിക്കുന്ന മനസ്സമാധാനം അത് മുശ്രിക്കിന് ലഭിക്കില്ല. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആനിൽ പടച്ചതമ്പുരാൻ പഠിപ്പിച്ചത് കഅന്നമാ ഖറ മിനസ് സമാ. വാനലോകത്ത് നിന്ന് വീണവനെ പോലെയാണ്. ഒന്നുകിൽ കാറ്റവനെ വഹിച്ചു കൊണ്ടുപോകും, അല്ലെങ്കിൽ അവൻ വിദൂരങ്ങളിലേക്ക് പാറിപ്പോകുന്ന ഒരവസ്ഥ വരും. എവിടെയും പിടുത്തം കിട്ടാത്ത, ഈ ഭൂമിയിൽ എത്തിയില്ല, മോളിന്ന് പിടുത്തം വിടുകയും ചെയ്തു എന്നൊരവസ്ഥയിലാകും മുശ്രിക്കിന്റെ അവസ്ഥ വരിക. അതുകൊണ്ട് ഒരു യഥാർത്ഥ മുഅ്മിന് ലഭിക്കുന്ന ഈ മനസ്സമാധാനം, ഈമാനിലൂടെ ലഭിക്കുന്ന അംന, നിർഭയത്വം, അതിന്റെ രുചി ആർക്കാണ് ആസ്വദിക്കാൻ സാധിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ, മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. അല്ലാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ ദീനായും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായിട്ടും തൃപ്തിപ്പെടാൻ ഒരാൾക്ക് സാധിച്ചാൽ അവന് ഈമാനിന്റെ രുചി ആസ്വദിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾ അവന് സന്തോഷകരമായി തീരും. ഈമാൻ സത്യവിശ്വാസിയുടെ ആത്മമിത്രമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലെ കാര്യം പറഞ്ഞുകൊണ്ട് അല്ലാഹു വിശദീകരിക്കുന്നു, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ. നിങ്ങളുടെ ആത്മമിത്രം ഏതാണ്? നിങ്ങളുടെ അടുത്ത സുഹൃത്ത് ഏതാണ്? അത് ഈമാനാണ്. നമ്മൾ ഒരാളോടുള്ള സ്നേഹമാണല്ലോ അയാൾക്ക് വേണ്ടി അധ്വാനിക്കാൻ പ്രേരിപ്പിക്കുക. ഉപ്പയോട് സ്നേഹമുള്ളത് കൊണ്ട് ഉപ്പ ICUവിൽ കിടക്കുമ്പോൾ 2 ആഴ്ച ആ വരാന്തയിൽ ഒരു കസേര പോലും ഇല്ലാതെ രാത്രിയും പകലും അവിടെ നിന്ന് ഉപ്പയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്നതിൽ ഒരു പ്രയാസമില്ല. നമുക്ക് ആരോട് പരാതിപ്പെടാറില്ല. ഒരാളോട് സ്നേഹം ഉണ്ടാകുമ്പോൾ അയാൾക്ക് വേണ്ടിയുള്ള അധ്വാനം നമുക്ക് സന്തോഷകരമാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹബീബ്, ആത്മമിത്രം അല്ലാഹു പഠിപ്പിക്കുന്നത് ഈമാനാണ്. അതുകൊണ്ട് ആ ഈമാനിന്റെ മാർഗത്തിലുള്ള ഏത് കാര്യവും അവന് സന്തോഷകരമായ അനുഭവമായി തീരും. നോമ്പ് അവന് സന്തോഷമാണ്, തറാവീഹ് നമസ്കാരം അവന് ആനന്ദമാണ്, സദക്ക ചെയ്യൽ അവന് സന്തോഷമാണ്, ദഅവത്ത് പ്രവർത്തനങ്ങളിൽ ഇറങ്ങിത്തിരിക്കൽ അവന് സന്തോഷം നൽകുന്നതാണ്. റസൂലുള്ളാഹി പഠിപ്പിച്ചല്ലോ, ഇദാ സറത്തുക ഹസനതുക വസഅതുക സയ്യിഅതുക ഫഅൻത മുഅ്മിൻ. നിന്റെ നന്മ നിന്നെ സന്തോഷിപ്പിക്കുക. നല്ലത് ചെയ്യുമ്പോൾ മനസ്സിനൊരു സന്തോഷം, തിന്മ സംഭവിച്ചാലോ ദുഃഖമുണ്ടാവുക. ഈ 2 സ്വഭാവം നിന്നിൽ ഉണ്ടെങ്കിൽ ഫഅൻത മുഅ്മിൻ, നീ സത്യവിശ്വാസിയാണ്. അയാൾക്ക് മാത്രമാണ് ഈ രുചി ആസ്വദിക്കാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ പഠിപ്പിച്ചു. മഹാനായ പ്രവാചകന്റെ വചനം ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഖദ് അഫ്ലഹ, റസൂലുള്ളാഹി പറയുന്നു, വിജയിച്ചിരിക്കുന്നു. 3 കാര്യങ്ങൾ ലഭിച്ചവൻ വിജയിച്ചിരിക്കുന്നു. ഒന്ന്, മൻ അസ്ലമ, ഇസ്ലാമായി തീർന്നു.
യഥാർത്ഥ മുസ്ലിമായി തീരാൻ സാധിച്ചോ ജീവിതത്തിൽ അവൻ വിജയിച്ചു. 2 വറുസിക കഫാഫൻ, അത്യാവശ്യം വേണ്ട ഉപജീവനത്തിന്റെ മാർഗം. തട്ടിമുട്ടി കടവും ബാധ്യതയില്ലാത്ത രൂപത്തിൽ ഉപജീവനം കഴിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ടോ നിനക്ക്, നീ വിജയിച്ചിരിക്കുന്നു. 3 വഖന്നഅഹു അല്ലാഹു ബിമാ ആതാഹു, ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന, അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെടുന്ന ഒരു മാനസികാവസ്ഥ അത് നിനക്ക് ലഭിച്ചിട്ടുണ്ടോ, നീ വിജയിച്ചു. 3 കാര്യങ്ങളാ പറഞ്ഞു. 1 മുസ്ലിം ആവാൻ സാധിക്കുക, 2 ഉപജീവന മാർഗം പ്രയാസമില്ലാതെ കഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വരിക, 3 അള്ള തന്ന നിഅമത്തിൽ ശുക്ർ പറയുന്ന, സംതൃപ്തിപ്പെടുന്ന ഒരു മനസ്സുണ്ടാവുക. ഇത് 3 ഉള്ളവൻ വിജയിച്ചിരിക്കുന്നു. കോടികൾ കൊണ്ട് അമ്മാനമാടുമ്പോഴും പരാതി തീരാത്തവരാണ് നമ്മളിൽ ബഹുഭൂരിഭാഗം, പ്രത്യേകിച്ച് മലയാളികൾ. സാധാരണ തമാശയായിട്ട് പറയാറുണ്ട്, മലയാളി മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. ഒരു ഇംഗ്ലീഷുകാരനോട് ഏത് സമയത്ത് ഹൗ ആർ യു, എന്താ വിശേഷം എന്ന് വെച്ചാൽ ഫൈൻ, നല്ലതെന്നേ പറയുള്ളൂ. അറബികൾ സാധാരണ എന്ത് വലിയ പ്രതിസന്ധി, ഒരു ആക്സിഡന്റ് പറ്റുക, ആശുപത്രി കിടക്കുമ്പോൾ കാണാൻ വേണ്ടി ചെന്നാലും കൈഫ് ഹാലുഖ്, എന്തൊക്കെ വിശേഷം എന്ന് ചോദിച്ചാൽ സൈൻ അൽഹംദുലില്ലാ എന്നേ പറയൂ. മഞ്ചേരി ടൗണിൽ കോടികളുടെ ബിസിനസ് നടത്തുന്ന ഒരാളെ നിങ്ങൾ റോട്ടിൽ കാണുമ്പോൾ കൈ പിടിച്ച് സലാം പറഞ്ഞിട്ട് എന്താ അവസ്ഥ പോ എന്ന് ചോദിച്ചു നോക്ക്, എന്ത് പറയാനാ, തട്ടിമുട്ടി അങ്ങനെ കഴിഞ്ഞു പോകണം, ജീവിച്ചു പോകണ്ടേ, അങ്ങനെ പറയുള്ളൂ. ഒരിക്കലും ഒരു സംതൃപ്തി പറയുന്ന സ്വഭാവം പ്രത്യേകിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം അപൂർവമാണ്. നാളെ പരലോകത്ത് വിശ്വാസി, വിജയിച്ച സത്യവിശ്വാസി സ്വർഗം കൺമുമ്പിൽ കാണുമ്പോൾ, അവിടെ അരുവികൾ കാണുമ്പോൾ പറയുന്ന വാക്ക് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഈ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിച്ച റബ്ബിന് സ്തുതി, അള്ളാഹു വഴി കാണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇത് ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നില്ല എന്ന് സ്വർഗത്തിലെ ആ അനുഗ്രഹങ്ങൾ കാണുമ്പോ സത്യവിശ്വാസി റബ്ബിനെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുമെന്നാണ്. പക്ഷേ സ്വർഗത്തിൽ വെച്ച് അൽഹംദുലില്ല പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അൽഹംദുലില്ല പറയുന്നവരാകണം നമ്മൾ. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്റുള്ളവരാകണം. അതിന് ഏറ്റവും പ്രധാനമായ ഒരു ഗുണമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. റസൂലുള്ള പറഞ്ഞു, ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും. നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്ക്, മേലെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക്കും. നിങ്ങൾക്ക് അല്ലാഹ് ചെയ്തു തന്ന അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ വിസ്മൃതിയിലാകാതിരിക്കാൻ ഏറ്റവും നല്ലതാണ്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി നൽകിയ 7 ഉപദേശങ്ങളിലും ഇതേ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകണമെങ്കിൽ എപ്പോഴും താഴോട്ട് നോക്കുക. ഒരു നില വീടുള്ളവന്റെ മനസ്സിലെ പ്രയാസം, അതൊന്ന് അപ്സ്റ്റെയർ ഉയർത്താൻ സാധിച്ചില്ലല്ലോ, എല്ലാവരും ഇപ്പം മേലുണ്ടാക്കുന്നുണ്ട്, എനിക്ക് കഴിയുന്നില്ലല്ലോ. അപ്പോൾ വീടില്ലാത്തവരിലേക്ക് നോക്കുമ്പോഴാണ് പട്ടിണിയുടെ പരിവട്ടവും പ്രയാസവും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുക. ആരോഗ്യം നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നതറിയണമെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 51ാമത്തെ വാർഡിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക. ക്യാൻസറിന് വിധേയമായിക്കൊണ്ട് ദുർഗന്ധം കാരണം പലപ്പോഴും മൂക്കുപൊത്തിക്കൊണ്ട് മാത്രം രോഗികളെ സമീപിക്കാൻ സാധ്യമാകുന്ന അത്തരം അവസ്ഥകൾ റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണമെങ്കിൽ താഴോട്ട് നോക്കുന്നവരായിത്തീരണം ഏത് ഘട്ടത്തിലും. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരു വിഭാഗം ആളുകൾ, അഹ്ലുസ്സുഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം സഹാബികൾ, മദീനയിൽ സുഫത്ത് എന്നുള്ളത് മേൽക്കൂരയാണ്. മദീന പള്ളിയുടെ പിറകു ഭാഗത്താണ് അന്ന് മേൽക്കൂരയുണ്ടായിരുന്നത്. ആ മേൽക്കൂരക്ക് താഴെ താമസിക്കുകയും മന്തിയുറങ്ങുകയും റസൂലിന്റെ കൂടെ ഇരുന്ന് ദീന് പഠിക്കുകയും ചെയ്ത ഒരു വിഭാഗം ആളുകൾ, അവരാണ് അഹ്ലുസ്സുഫത്ത് എന്നറിയപ്പെടുന്നത്. ഒരു ജോലിയില്ല, അവർക്ക് വരുമാന മാർഗമില്ല. റസൂലിൽ നിന്ന് ഒരു വാക്കും ഒരു ചലനവും നഷ്ടപ്പെട്ടു പോകരുത് എന്ന നിർബന്ധ ബുദ്ധി കൊണ്ട് മുഴുസമയം പ്രവാചകന്റെ മുമ്പിലിരുന്ന് അവർ ദീന് പഠിക്കുകയാണ്. അവരുടെ തന്നെ വാക്കുകൾ ഹദീസുകളിൽ നമുക്ക് കാണാം. ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതിരുന്ന കാരണത്താൽ നമസ്കാരത്തിനിടയിൽ പലപ്പോഴും ഞങ്ങൾ തലകറങ്ങി വീണിരുന്നു. നമസ്കാരം കഴിഞ്ഞ് നടന്നു പോകുന്ന ആളുകൾ ഞങ്ങളുടെ ദേഹത്ത് ചവിട്ടി നടന്നു പോയിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഏ സുഫത്തുകാരെ, റബ്ബ് സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ ത്യാഗം സഹിക്കാൻ നിങ്ങൾ തയ്യാറാകുമായിരുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. ഇന്ന്
ഹദീസ് നിഷേധം തലക്ക് പിടിച്ചുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത വിളിക്കുന്ന ആളുകളുണ്ട്. എവിടുന്ന് കിട്ടിയ ആ മനുഷ്യൻ ഇത്ര ഹദീസ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതായി ചരിത്രത്തിൽ നമുക്ക് കാണാം. ആളുകൾ ചോദിക്കുന്നു, അബൂ ഹുറൈറയ്ക്ക് എങ്ങനെ ഇത്ര ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു? ഞാൻ അത്രയേറെ സമയം റസൂലിന്റെ കൂടെ ജീവിച്ചത് കൊണ്ട് എന്ന് അദ്ദേഹം തന്നെ അതിന് മറുപടി പറയുന്നു. ജീവിതത്തിൽ ഒരു അനുഭവം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒരു ദിവസം നമസ്കാരം കഴിഞ്ഞ് വിശന്ന് വലഞ്ഞ് പട്ടിണി കിടന്ന് വയറ്റിൽ നിന്ന് തീയാളുന്ന അവസ്ഥയിൽ എങ്ങോട്ട് പോകും? നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം പറയുന്നു, നമസ്കാരം കഴിഞ്ഞ് ഞാൻ വഴിയിലിരുന്നു. എന്താണ് ഇരുന്നതിന്റെ ആഗ്രഹം? നമസ്കാരം കഴിഞ്ഞ് നടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കാണണം, എന്നെ കണ്ടിട്ട് എന്റെ അവസ്ഥ മനസ്സിലാക്കി വീട്ടിലേക്ക് ക്ഷണിക്കണം. ഞാൻ അവിടെ ഇരുന്നപ്പോ ആദ്യം കടന്നു വന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന്റെ ശ്രദ്ധ എന്റെ നേരെ തിരിയണം. ഞാനൊരു തന്ത്രം പ്രയോഗിച്ചു. എനിക്ക് അർത്ഥമറിയാവുന്ന ഖുർആനിലെ ഒരു ആയത്തെടുത്ത് ഓതി ഉദ്ധരിച്ചിട്ട് ഞാൻ ഉമറിനോട് ചോദിച്ചു, ഉമറെ, ഈ ആയത്തിന്റെ വിശദീകരണം എനിക്കൊന്ന് പറഞ്ഞു തരൂ. സത്യത്തിൽ എനിക്കറിയാമായിരുന്നു, പക്ഷേ ഉമറിന്റെ ശ്രദ്ധ എന്റെ നേരെ തിരിയാൻ വേണ്ടിയാണ്. സാത്വികനായ ഉമർ റളിയല്ലാഹു അൻഹു ആയത്തിന്റെ അർത്ഥവും ആശയം എനിക്ക് വിശദീകരിച്ചു എന്ന് അദ്ദേഹം നടന്നു നീങ്ങി. പിന്നീട് വന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കറിനെ കണ്ട മാത്രയിൽ മറ്റൊരായത്ത് ഉദ്ധരിച്ചു. ഞാൻ വിശദീകരണം ചോദിച്ചു. അദ്ദേഹത്തിന്റെ ശ്രദ്ധ എന്റെ നേരെ തിരിയാൻ വേണ്ടി ചെയ്തതാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയത്തിന്റെ അർത്ഥവും വിശദീകരണം പറഞ്ഞു തന്ന് അദ്ദേഹം നടന്നുപോയി. പിന്നീട് വന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്റെ ഇരിപ്പും എന്റെ ഭാവവും കണ്ട മാത്രയിൽ തന്നെ ഹബീബായ റസൂലിന് കാര്യം ബോധ്യപ്പെട്ടു. എന്നോട് ചോദിച്ചു, അബൂ ഹുറൈറ പട്ടിണിയാണല്ലേ, എന്റെ കൂടെ വരൂ, എനിക്ക് ആശ്വാസമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലെത്തി. അവിടെ ഒരു കപ്പ് പാലുണ്ടായിരുന്നു. കണ്ടപ്പോ എനിക്ക് വലിയ ആശ്വാസമായി. പക്ഷെ റസൂൽ എന്നോട് ചോദിച്ചു, എത്ര പേരുണ്ട് പള്ളിയിൽ? ഞങ്ങൾ 200ഓളം പേരുണ്ടായിരുന്നു. എല്ലാവരെയും വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഹബീബായ റസൂൽ എന്നോട് കൽപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്, അനുസരിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. ഞാൻ നിരാശനായി. റസൂലിന്റെ കൽപ്പന പ്രകാരം മുഴുവൻ ആളുകളെയും വിളിച്ചു കൊണ്ടുവന്നു. ആ പാല് കയ്യിൽ തന്ന് എന്റെ കയ്യിൽ തന്നിട്ട് അള്ളാന്റെ റസൂൽ കൽപ്പിച്ചു വലതുഭാഗത്തുകൂടി അത് കൊടുക്കാൻ. എല്ലാവരും കുടിച്ചു. വലതുഭാഗത്തുകൂടി അത് കൈമാറി എന്റെ കയ്യിൽ തന്നെ എത്തി. ആ പാൽ അതേപോലെ അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ നിരവധി മുഅ്ജിസത്തുകളിൽപ്പെട്ട ഒരു സംഭവമാണ്. സഹോദരങ്ങളെ, ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ആളുകൾ ഇന്ന് അപവാദങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ അനുഭവിച്ച ത്യാഗം, ആ ഘട്ടത്തിലും പരാതി പറഞ്ഞില്ല. ഭൗതിക ലോകത്ത് നഷ്ടപ്പെട്ടു പോയ സുഖങ്ങളെക്കുറിച്ചോ സൗകര്യങ്ങളെക്കുറിച്ചോ ഓർത്തോ നിരാശപ്പെടുന്ന ഒരു മനസ്സുണ്ടായില്ല. കാരണം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനസ്സുകൊണ്ടും സങ്കല്പിക്കാൻ സാധിക്കാത്ത സ്വർഗത്തെക്കുറിച്ച പ്രതീക്ഷയാണ് അവരെ നയിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിക്ഷണത്തിൽ വളർന്നു വന്നിട്ടുള്ളവരാണ് അവർ. അള്ളാന്റെ റസൂൽ പറഞ്ഞു, യഹ്റം ഇബ്നു ആദം വയശുബ്ബു മിൻഹു ഇസ്നാൻ. ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രായം കൂടും തോറും 2 കാര്യങ്ങൾ അവനിൽ യുവത്വം പ്രാപിക്കും. 2 കാര്യങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും വയസ്സ് കൂടുന്തോറും. ഏതൊക്കെയാണ്? ഒന്ന് അൽ ഹിർസു അലൽ മാൽ, സമ്പത്തിനോടുള്ള ആർത്തി. അത് പ്രായം കൂടും തോറും മനുഷ്യന് കൂടി വരിക ചെയ്യുക. 2 വൽ ഹിർസു അലൽ ഉംർ, പ്രായം ആയുസ് കൂട്ടാനുള്ള മോഹം. അതും വയസ്സാകും തോറും മനുഷ്യനിൽ കൂടി വരികയാണ് ചെയ്യുക. ഈ 2 കാര്യങ്ങളും പ്രായം കൂടിക്കൊണ്ടിരിക്കുമ്പോഴും മനുഷ്യനിൽ യുവത്വം പ്രാപിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസിൽ, ലൗകാന ഇബ്നു ആദം വാദിയാനി മിൻ മാലിൻ ലബ്തഗാ സാലിസൻ. 2 താഴ്വര, ഒരു മനുഷ്യന് 2 താഴ്വര സമ്പത്ത് മുഴുവൻ ലഭിച്ചാൽ 3ാമത്തെ ഒന്ന് കിട്ടാൻ വേണ്ടി അവൻ മോഹിക്കും. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. മണ്ണിനല്ലാതെ മനുഷ്യന്റെ ഉള്ളം നിറക്കാൻ മറ്റൊന്നിനും കഴിയില്ല. പശ്ചാത്തപിക്കുന്നവന്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നവനാണ്. മണ്ണിനല്ലാതെ മനുഷ്യന്റെ ഉള്ളം നിറക്കാൻ കഴിയില്ല. 2 താഴ്വാരകൾ സമ്പത്ത് ലഭിച്ചാലും 3ാമത്തതൊന്ന് ആഗ്രഹിക്കുന്നവനാണ് അവൻ. 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. അങ്ങനെയാ മനുഷ്യന്റെ ആഗ്രഹം. 10 കിട്ടിയാൽ 100 കിട്ടണം, 100 കിട്ടിയാൽ 1000 ലഭിക്കണം. നിരാശയാണ് എപ്പോഴും അവനെ നയിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആഖിറത്തിനെ ലക്ഷ്യം വെച്ചാൽ ദുനിയാവ് നിങ്ങളെ തേടി വരും. അള്ളാന്റെ റസൂലിന്റെ വാക്കാണ്. ദുനിയാവ് നിങ്ങളെ തേടി വരും. നിങ്ങൾക്ക് ഒത്തു കിട്ടേണ്ടതെല്ലാം അള്ളാഹു ഒപ്പിച്ചു തരികയും ചെയ്യും. എല്ലാ കാര്യം ഇങ്ങനെ നടന്നു നീങ്ങുന്നത് കാണാം. എന്നാൽ ദുനിയാവാണ് നിങ്ങൾ ലക്ഷ്യം വെച്ചതെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അള്ളാഹു അവന്റെ കൺമുമ്പിൽ ദാരിദ്ര്യത്തെയാണ് സംവിധാനിക്കുന്നത്.
ദാരിദ്ര്യമാണ് എപ്പോഴും കൺമുമ്പിൽ, എത്ര കിട്ടിയാലും മതി വരില്ല. ആഖിറത്ത് ഏതായാലും നഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ആഖിറത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സന്നദ്ധമായി കഴിഞ്ഞാൽ രണ്ട് ലോകത്തും വിജയിക്കുന്ന ആളുകളായി നമ്മൾ മാറും. നേരെ മറിച്ച് ദുനിയാവോ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം മതി വരികയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാദിറു ബിൽ അഅമാലി സബ്അൻ, 7 ഘട്ടങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കർമ്മങ്ങളിൽ ധൃതി കാണിക്കണം. ഹൽ യന്തളിറൂൻ, അതല്ലേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? 7 ഘട്ടങ്ങൾ ജീവിതത്തിൽ. ഏതൊക്കെ? ഇല്ല ഫഖറൻ മുൻസിയ, വിസ്മൃതമാക്കുന്ന ദാരിദ്ര്യം. ആ ദാരിദ്ര്യം വന്നെത്തുന്നതിന് മുമ്പ് ജീവിതത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. ഔ ഗിനൻ മുത്ഗിയൻ, അതേപോലെ തന്നെ അതിരുവിടുന്ന രൂപത്തിലുള്ള സമ്പന്നത, റബ്ബിന് മറന്നുപോകുന്ന രൂപത്തിലുള്ള വിഭവങ്ങളുടെ ലഭ്യത. അത്തരമൊരവസ്ഥ വരുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളിൽ ധൃതി കാണിക്കുക. ഔ മർലൻ മുഫ്സിദൻ, നാശകാരിയായ രോഗം, അപകടകരമായ രോഗം, അത് വരുന്നതിന് മുമ്പ് ജീവിതത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക. ഔ ഹറമൻ മുഫന്നദൻ, പിച്ചും പേയും പറയുന്ന വാർദ്ധക്യം. എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നത് എന്നറിയാൻ കഴിയാത്തൊരവസ്ഥ വരുന്ന ആ വാർദ്ധക്യം വരുന്നതിന് മുമ്പ് ജീവിതത്തെ ഉപയോഗപ്പെടുത്തുക. ഔ മൗതൻ മുജ്ഹിസൻ, എല്ലാത്തിനെയും തകർത്ത് കളയുന്ന മരണം, അത് വരുന്നതിന് മുമ്പ് ജീവിതത്തെ ഉപയോഗിക്കുക. അവി ദജ്ജാൽ ഫശറു ആയിബിൻ യുൻതളർ, പ്രതീക്ഷിക്കപ്പെടുന്ന മറഞ്ഞവനായ ആ ദജ്ജാൽ, അവന്റെ ഷർറ്, അത് വരുന്നതിന് മുമ്പ് ജീവിതത്തെ ഉപയോഗപ്പെടുത്തുക. 7ാമത്തെ കാര്യം ഏറ്റവും ആപൽക്കരവും ഏറ്റവും അസഹ്യവുമായ അന്ത്യനാൾ, അത് വരുന്നതിന് മുമ്പ് ജീവിതത്തെ ശരിയാവണ്ണം ഉപയോഗപ്പെടുത്താൻ തയ്യാറാവുക. എപ്പോഴും അവസാനിച്ചു പോകാവുന്ന ഈ ജീവിതത്തിൽ മാറ്റിവെക്കലുകളും നീട്ടിവെക്കലുകളും നമ്മെ സംബന്ധിച്ചിടത്തോളം നഷ്ടം മാത്രമാണ് വരുത്തിവെക്കുക. അതുകൊണ്ട് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾ ഏത് സമയത്തും അത് നൽകിക്കൊണ്ട് സ്വർഗത്തെ നേടാനുള്ള ഒരു താല്പര്യവും അതിനു വേണ്ടിയുള്ള അധ്വാനവുമാണ് സത്യവിശ്വാസി ഏത് സമയത്തും നയിക്കേണ്ടത്. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിൽ എത്തി നിൽക്കുമ്പോഴും ഇതെല്ലാം പരിഹരിച്ചു തരാൻ സാധിക്കുന്ന റബ്ബുണ്ട്, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവൻ. ആർക്കാ എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്? ഒരുപക്ഷെ നമ്മൾ പറയും എൻ്റെ ഭാര്യക്കാണ്, എൻ്റെ ഭർത്താവിനാണ്, എൻ്റെ മക്കൾക്കാണ്. ശരിയാണ്. അതേപോലെ ഉമ്മക്കാണ്, ഉപ്പക്കാണ്. ശരിയാണ്, അവർക്കൊക്കെ സ്നേഹമുണ്ട്. പക്ഷേ ഇവരൊക്കെ ചിലപ്പോൾ ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ നമ്മെ കൈവിട്ടു എന്ന് വരാം. സ്നേഹമുള്ള ഉമ്മ സ്വന്തം കുഞ്ഞിനെ വിൽക്കുന്നതും സ്വന്തം കുഞ്ഞിനെ കൊല ചെയ്യുന്നതൊക്കെ പത്രകോളത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്നേഹമുള്ള ഭർത്താവും ഭാര്യയും ഒക്കെ പരസ്പരം തെറ്റിപ്പിണങ്ങുന്നതും പരസ്പരം കൊല നടത്തുന്നതും ഒക്കെ പത്രകോളങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദുനിയാവുമായി ബന്ധപ്പെട്ട നിസ്സാരമായ കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു പോകാവുന്നതാണ് ഈ സ്നേഹങ്ങളും പരിഗണനയുമെല്ലാം. എന്നാൽ നഷ്ടപ്പെടാത്ത ഒരു സ്നേഹമുണ്ട്. നമുക്കൊരു അപകടം ബാധിച്ചു എന്ന് കരുതുക. അള്ളാഹു എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ കാക്കുമാറാകട്ടെ. നട്ടലിനൊരു ക്ഷതം പറ്റി കിടപ്പിലായാൽ വർഷങ്ങളോളം ആ കിടപ്പ് നീണ്ടാൽ ആദ്യത്തിലൊക്കെ വന്ന അത്രയും ആളുകളെ പിന്നെ കാണില്ല. ആളുകൾ നമ്മെ മറന്നു തുടങ്ങും. പിന്നെ പരിചരിക്കുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, സ്വന്തം മക്കൾ മാത്രമാണ് നമ്മൾ ഓർക്കുക. അവർക്ക് പോലും നമ്മൾ ഭാരമായി മാറുന്നു എന്ന് പിന്നീട് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും. എത്ര കൊല്ലം ഈ കിടപ്പ്, എത്ര കാലമാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അത് വാക്കുകളിലൂടെ പുറത്തേക്ക് വരുന്നത് കേൾക്കാൻ ഈ കിടക്കുന്ന രോഗി വിധേയനായിത്തീരുന്ന ഘട്ടം എത്ര ദുഃഖകരമാണ്. അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും തന്നെ കൈവിടുന്ന സമയം, ആ ഘട്ടത്തിലും കൈവിടാത്തവരാണ് റഹ്മാനും റഹീമുമായ നാഥൻ. ശുദ്ധ ഖുർആൻ 113-ലേറെ സ്ഥലത്താണ് ഈ പദങ്ങൾ, 56ഓളം സ്ഥലത്താണ് റഹ്മാൻ റഹീം ഈ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത്രയേറെ കാരുണ്യത്തിന്റെ ഉടമയായ റബ്ബ്. അതുകൊണ്ട് അവനെ അങ്ങോട്ട് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴേ തിരിച്ച സ്നേഹം നമുക്ക് ഇങ്ങോട്ട് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്നേഹമാണ് ത്യാഗം സഹിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന്റെ മകന്റെ വിവാഹത്തിന് വേണ്ടി മൈലുകൾക്ക് അകലേക്ക് യാത്ര ചെയ്തു പോകാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. അവനോടുള്ള സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടുമാണ്. ആ ഇഷ്ടം അള്ളാഹുവിനോട് നമ്മൾ വെച്ചു പുലർത്തുമ്പോൾ അവന്റെ മാർഗത്തിലുള്ള അധ്വാനങ്ങൾ, അവന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് സന്തോഷകരമായി തീരും. സംതൃപ്തമടയുന്ന ഒരു ആത്മാവ് ഏത് സന്ദർഭത്തിലും അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് ശുക്ർ പറയുന്ന, സമാധാനമടയുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ആ മനസ്സിന്റെ ഉടമകളോടാണ് നാളെ പരലോകത്ത് റബ്ബ് പറയുന്നത്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർളിയ. സംതൃപ്തമടയുന്ന ആത്മാവേ, അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് തൃപ്തിയുള്ളവനായും തൃപ്തിപ്പെട്ടവനായും നീ മടങ്ങിക്കൊള്ളുക.
മലക്കുകൾ കണ്ണത്താ ദൂരത്ത് വ്യാപിച്ചു നിന്നുകൊണ്ട് സത്യവിശ്വാസിയുടെ റൂഹിനെ പിടിക്കുന്ന രംഗം, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന തുകിലാടകളും സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധങ്ങളും ആ പരിമളം വീശുന്നൊരവസ്ഥയിൽ റൂഹിനെ പിടിച്ചെടുത്തുകൊണ്ട് വാനലോകത്തുകൂടി യാത്രയാകുമ്പോ മലക്കുകൾ ചോദിക്കുന്ന ചോദ്യം, ആരുടെ റൂഹാണത്? ഈ ഭൂമിയിൽ വെച്ച് പറയപ്പെടാവുന്നതിൽ ഏറ്റവും നല്ല പേര് പറഞ്ഞിട്ടാണ് മലക്കുകൾ ആ റൂഹിനെ പരിചയപ്പെടുത്തുന്നത്. ഒന്നാം ആകാശത്തിലെ മലക്കുകൾ രണ്ടാം ആകാശം വരെ ആ റൂഹിനെ അകമ്പടി സേവിക്കുന്നു. രണ്ടാം ആകാശത്തുള്ള മലക്കുകൾ മൂന്നാം ആകാശം വരെ ആ റൂഹിനെ അകമ്പടി സേവിക്കുന്നു. മലക്കുകളാൽ അകമ്പടി നൽകപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് എത്തിക്കപ്പെടുന്ന മുഅ്മിനിന്റെ റൂഹ് അള്ളാഹു അതിനെ ഇല്ലിയീനിൽ രേഖപ്പെടുത്താൻ വേണ്ടി കൽപ്പിക്കുകയും സംതൃപ്തമാകുന്ന രൂപത്തിൽ ആ ഖബറിൽ വെച്ചുകൊണ്ട് സ്വർഗത്തിന്റെ രംഗം കണ്ടുകൊണ്ട് അന്ത്യനാൾ വരെ കഴിയാനുള്ള സൗഭാഗ്യം ആ ആത്മാവിന് ലഭിക്കുകയും ചെയ്യുന്നു. അള്ളാഹു സൗഭാഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തേത്, സ്വർഗത്തിലെ മുഴുവൻ കാഴ്ചകളും എല്ലാ അനുഗ്രഹങ്ങളും സമ്പൂർണമായി നൽകപ്പെട്ട ശേഷം ശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിലെ വചനം 25-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ആരാണ്? ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. നന്മ പ്രവർത്തിച്ച ആളുകൾക്ക് നന്മ പ്രതിഫലമുണ്ട്. എന്ത് നന്മ ചെയ്തിട്ടുണ്ടോ അതിന്റെ ഫലം അവിടെ കാണാം. ആ നന്മ ഇവിടെ ഹുസ്ന എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി വിശദീകരിച്ചു. അൽ ജന്ന, സ്വർഗമാണ്. നന്മ പ്രവർത്തിച്ചവനുള്ള പ്രതിഫലം സ്വർഗമാണ്. വസിയാദ, എന്താണ് പിന്നെ സിയാദ, അതിൽ കൂടുതലുള്ളത്? ആ ആയത്തിന്റെ വിശദീകരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വർഗമുണ്ട്, അതിൽ കൂടുതലുണ്ട് എന്ന് പറഞ്ഞത് അസിയാദ എന്ന് പറഞ്ഞത് അന്നളറു ഇലാ വജ്ഹില്ലാഹി അസ്സ വജല്ല, ഉന്നതനും പ്രതാപശാലിയുമായ റബ്ബിന്റെ മുഖത്തേക്കുള്ള നോട്ടം, അല്ലാഹുവിന്റെ വജ്ഹ് കാണാനുള്ള ഭാഗ്യം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നു, സ്വർഗത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങളും നൽകിയ ശേഷം അല്ലാഹു ഒരു ദൂതനെ പറഞ്ഞയക്കും. എന്നിട്ട് ആ ദൂതൻ, ആ മലക്ക് സ്വർഗക്കാരെ വിളിച്ചിട്ട് പറയും, നിങ്ങൾക്ക് അല്ലാഹു വലിയൊരു ഓഫർ നൽകിയിട്ടുണ്ട്, ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ആ സമയത്ത് സ്വർഗവാസികളുടെ ചോദ്യം, ഇനിയും എന്താണ്? അവൻ ഞങ്ങളുടെ മീസാനുകളെ ഭാരമുള്ളതാക്കിയില്ലേ? അവൻ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ? ഈ സൗഭാഗ്യങ്ങളൊക്കെ തന്നില്ലേ? ഇനി എന്താണ്? ആ സമയത്താണ് മറ നീക്കുകയും അല്ലാഹു അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. കണ്ണതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച, റഹ്മാനും റഹീമുമായ റബ്ബിന്റെ വജ്ഹ് കാണാനുള്ള ഭാഗ്യം സത്യവിശ്വാസിക്ക് അവിടെ ലഭിക്കുന്നു. അല്ലാഹു ആ സൗഭാഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് യഥാർത്ഥമായ വിജയത്തിന്റെ മാർഗം. അതിന് റസൂലുള്ളാഹി കാര്യം പഠിപ്പിച്ചിടത്ത് ഒരിക്കൽ പൗർണമിയുള്ള ഒരു ദിവസം പൂർണ്ണചന്ദ്രനെ ചൂണ്ടിക്കാണിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ പൂർണ്ണചന്ദ്രനെ കാണുന്ന പോലെ സ്വർഗത്തിൽ വെച്ച് നിങ്ങൾക്ക് അല്ലാഹുവിനെ കാണാം. ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം, റസൂൽ പഠിപ്പിച്ചു 2 നമസ്കാരങ്ങൾ, ബർദൈൻ, 2 നമസ്കാരങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സൂര്യോദയത്തിന് മുമ്പുള്ള നമസ്കാരവും സൂര്യാസ്തമയത്തിന് മുമ്പുള്ള നമസ്കാരവും, അഥവാ അസ്റിന്റെയും സുബ്ഹിയുടെയും കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സംതൃപ്തിയുള്ള ഒരു ജീവിതം, മരിക്കുമ്പോൾ മലക്കുകൾ സലാം പറഞ്ഞുകൊണ്ട് സമാധാനമടയുന്ന ആത്മാവേ എന്ന വിളി കേട്ടുകൊണ്ടുള്ള ഒരു മരണം, സമാധാനമുള്ള ഒരു ഖബർ ജീവിതം, അത് കഴിഞ്ഞ് നാളെ സ്വർഗത്തിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട റബ്ബിന്റെ വജ്ഹ് കാണാനുള്ള ഭാഗ്യം. ഈ കാര്യങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ കണ്ണും കാതും മനസ്സും റമളാനിൽ നമ്മൾ ശീലിച്ച പോലെ സൂക്ഷ്മതയോടുകൂടി ഓരോ വാക്ക് പറയുമ്പോഴും, ഓരോന്നും നോക്കുമ്പോഴും, ഓരോ ചലനം നടത്തുമ്പോഴും ഇത് അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണോ, റബ്ബിന് ഇഷ്ടപ്പെട്ടതാണോ? ഓരോ പാപം അടിമ ചെയ്യുമ്പോഴും കോപിക്കുന്നവനാകുന്നു പടച്ച തമ്പുരാൻ. ആയിഷ റളിയല്ലാഹു തആല അൻഹ വിശദീകരിച്ചു, ഒരു സ്ത്രീ വ്യഭിചരിക്കാൻ വേണ്ടി വസ്ത്രം നീക്കുമ്പോ ഖാറല്ലാഹു ഫിസ്സമാ, വാനലോകത്ത് വെച്ച് അല്ലാഹ് കോപിക്കും. എന്നിട്ട് ഭൂമിയോട് അല്ലാഹ് പറയും, തസൽസലു ബിഹിം, കുടുങ്ങൂ, അവര് കിടുങ്ങൂ എന്ന് ഭൂമിയോട് അല്ലാഹ് കൽപ്പിക്കുകയും ചെയ്യും. പടച്ച തമ്പുരാന്റെ കോപം ഓരോ മനുഷ്യനും പാപങ്ങൾ ചെയ്യുന്ന ഘട്ടങ്ങളിൽ. അതുകൊണ്ട് ആ കോപത്തിന് വിധേയമാകാതെ റബ്ബിന്റെ ഇഷ്ടം, റബ്ബിന്റെ തൃപ്തി നേടിയെടുത്തുകൊണ്ട് എപ്പോഴും ലഭിച്ചതിൽ 'അൽഹംദുലില്ലാഹ്' പറയുന്ന സംതൃപ്തമായൊരു മനസ്സോടുകൂടിയുള്ള ജീവിതം,
നമ്മുടെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്കറിയാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ സാക്ഷ്യപ്പെടുത്തിയത് 30 സേർ ഗോതമ്പിന് വേണ്ടി വഫാത്താകുന്ന ഘട്ടത്തിൽ പ്രിയപ്പെട്ട പടയങ്കി ഒരു ജൂതന്റെ പക്കൽ പണയപ്പെടുത്തിക്കൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. അവസാനം എന്റെ മടിയിൽ തലവെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ ദിവസം എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന മിസ്വാക്ക് കൊണ്ട് റസൂലുള്ളാഹിയുടെ വായിൽ വെച്ചു കൊടുത്ത് ഞാൻ മിസ്വാക്ക് ചെയ്ത എന്റെ ഉമിനീരും റസൂലുള്ളാഹിയുടെ ഉമിനീരും തമ്മിൽ കലർന്ന ദിവസം, ആ ദിവസത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയുണ്ടായി, അന്നേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള ഒരെണ്ണ അയൽവാസിയുടെ പക്കൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് റസൂലുള്ളാഹി വഫാത്തായ ദിവസം വീട്ടിൽ വിളക്ക് കത്തിച്ചത്. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് രാത്രിയുടെ അന്ത്യയാമത്തിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ച് കാലിൽ നീര് വന്ന സമയത്ത് അത് കണ്ടിട്ട് പ്രവാചകരെ എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചപ്പോ അഫലാ അകൂന അബ്ദൻ ശകൂറൻ യാ ആയിഷ, ആയിഷ ഞാൻ നന്ദിയുള്ള ഒരു അടിമയായി തീരേണ്ടതില്ലേ എന്ന് ചോദിച്ചത് നമ്മുടെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകി, അള്ളാഹു നമുക്ക് ദാമ്പത്യ ജീവിതം നൽകി, അള്ളാഹു നമുക്ക് ആരോഗ്യമുള്ള മക്കളെ നൽകി, അള്ളാഹു നമുക്ക് ചോർന്നൊലിക്കാത്തൊരു വീട് നൽകി, നമുക്ക് തൊഴിൽ നൽകി. ഈ ഒരു നന്ദി ബോധം എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടോ? ആ റബ്ബിനോട് വിനയം കാണിക്കാനും അങ്ങനെ അള്ളാഹുലേക്ക് അടുക്കാനും പടച്ച തമ്പുരാന്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഇഷ്ടത്തിനു വേണ്ടി ജീവിതത്തെ നീക്കിവെക്കാനുമുള്ള സന്നദ്ധത അത് നാം പരിശീലിക്കുക. നാളെ സ്വർഗം, ആ സ്വർഗം ആഗ്രഹിച്ച് റബ്ബിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ മുട്ടുകുത്തി നിന്നുകൊണ്ട് നരകത്തിന്റെ ഭീകരവും ദയനീയവുമായ രംഗം കാണേണ്ടി വരുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞിട്ടാണ് അള്ളാഹിനോട് ദുആ ചെയ്യുക. പടച്ചോനെ, ഇന്ന അമല് പരിഗണിച്ചുകൊണ്ട് ഈ നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ. റസൂലുള്ളാഹി പറഞ്ഞു, ലാ യഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തലിഖ്. ഒന്നും ചെറുതാണെന്ന് കരുതി, നിസ്സാരമാണെന്ന് കരുതി തള്ളിക്കളയല്ലേ സഹോദര. സുഹൃത്തിനെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഒരു നന്മയും നിസ്സാരമല്ല. നാളെ അത് പരലോകത്ത് വലിയ സമ്പാദ്യമായി മാറും. സദഖയുടെ കാര്യം പറഞ്ഞെടുത്ത് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളൊരാൾ നൽകുന്ന ദാനം ഉത്തമമായത് മാത്രമേ അല്ലാഹു സ്വീകരിക്കുള്ളൂ. ആ ഹദീസിന്റെ തുടർച്ചയായ വാക്ക്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നൽകിയ ദാനം അല്ലാഹു സംതൃപ്തിയോടുകൂടി ഏറ്റുവാങ്ങി നിങ്ങളിൽ ഒരാൾ തന്റെ കുതിരക്കുട്ടിയെ ഓമനിച്ച് പോറ്റി വളർത്തുന്ന പോലെ റബ്ബ് അതിനെ സംരക്ഷിച്ച് വലുതാക്കും. നാളെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ എത്തുമ്പോ മഞ്ചേരിയിലെ ഏതോ ഒരു പാവപ്പെട്ട മനുഷ്യന് കൊടുത്തൊരു 10 രൂപ 100 രൂപ വലിയൊരു സമ്പാദ്യമായിട്ട് അവിടെ റബ്ബിന്റെ കോടതിയിൽ എത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് ഒരു നന്മയും അവഗണിക്കരുതേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. പടച്ചതമ്പുരാൻ നൽകിയ സമ്പത്ത്, റബ്ബ് നൽകിയ ആരോഗ്യം, റബ്ബ് നൽകിയ ജീവിത വിഭവങ്ങൾ, അതിൽ സംതൃപ്തമായൊരു മനസ്സോടുകൂടി ഓരോ അനുഗ്രഹത്തിനും ശുക്ർ പറഞ്ഞുകൊണ്ട് കൂടുതൽ കൂടുതൽ അവന്റെ മാർഗത്തിൽ അധ്വാനിക്കാനുള്ള ആഗ്രഹത്തോടും താല്പര്യത്തോടും കൂടി മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കി നാം മുന്നോട്ട് നീങ്ങുക. ദുനിയാവാണ് നമ്മളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എപ്പോഴും പറഞ്ഞിരുന്നൊരു വാക്ക്, ദുനിയാവെ വഞ്ചിക്കരുതേ, ദുനിയാവെ വഞ്ചിക്കരുതേ. മത്താഉൽ ഉറൂർ, വഞ്ചനയുടെ ചരക്ക് എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ദുനിയാവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏത് സമയത്തും നമ്മെ മാടി വിളിച്ചുകൊണ്ടേയിരിക്കുന്ന ഹറാമുകൾ, ഏത് സമയത്തും നമ്മെ പിടികൂടുന്ന തിന്മകൾ. തിഹാമ മല, ഉയർന്നു നിൽക്കുന്ന വലിയ വെളുത്ത മല, അതിനെ ചൂണ്ടിക്കാണിച്ചിട്ടാ റസൂലുള്ളാഹി പറഞ്ഞത്, നാളെ ഇത്രയോളം അമലുകളുമായി ഒരു വിഭാഗം ആളുകൾ വരും. തിഹാമ മലയോളം സമ്പാദ്യം. പക്ഷേ അല്ലാഹു മലക്കുകളോട് കൽപ്പിക്കും അവരെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ. സഹാബികൾ ചോദിച്ചു, എന്താണ് കാരണം? അവർ നമസ്കരിക്കുന്നവരായിരുന്നില്ലേ, നോമ്പ് നോൽക്കുന്നവരായിരുന്നില്ലേ, സദഖ ചെയ്യുന്നവരായിരുന്നില്ലേ? അതെ, റസൂലുള്ളാഹിയുടെ വാക്ക്. എന്നാൽ എന്താണ് അവർ നരകത്തിലേക്ക് എറിയപ്പെടാൻ കാരണം? വഇദാ ഉരിദ അലൈഹിമുൽ ഹറാം വസബു അലൈഹി. ഒരു ഹറാമ് കൺമുമ്പിൽ കണ്ടാൽ അവരതിലേക്ക് ചാടി വീഴുമായിരുന്നു. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു ഹറാമ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ അതിലേക്ക് ചാടി വീഴും. ഈ സ്വഭാവമാണ് തിഹാമ മലയോളം അമലുകളുമായിട്ട് നാളെ പരലോകത്ത് വരുമെങ്കിലും നരകത്തിലേക്ക് അവർ വലിച്ചെറിയപ്പെടാൻ കാരണം. സൂക്ഷിക്കുക സഹോദരങ്ങളെ, ഞാനും നിങ്ങളും. നോമ്പിലൂടെ നേടിയെടുത്തത് നഷ്ടപ്പെടുത്തി, പെരുന്നാളിലൂടെ തന്നെ നഷ്ടപ്പെടുത്തി. നമസ്കാരത്തിൽ ജമാഅത്തിൽ കണിശതയില്ല, ഒരു കാര്യത്തിലും കണിശതയില്ലാത്ത ഒരു കുത്തഴിഞ്ഞുള്ള ജീവിതമാണെങ്കിൽ ഇല്ല,
ഇല്ല. അല്ലാഹുവിലേക്കുള്ള തേട്ടത്തിന് അർത്ഥമില്ല. ഇന്നല്ലദീന ആമനു സുമ്മ കഫറു സുമ്മ ആമനു സുമ്മ കഫറു സുമ്മ ഇസ്ദാദു കുഫ്റാ ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും വലാ ലിയഹ്ദിയഹും സബീല. വിശ്വസിക്കുക, പിന്നെ അവിശ്വസിക്കുക, പിന്നെ വിശ്വസിക്കുക, പിന്നെ അവിശ്വസിക്കുക. ഈ സ്വഭാവം ഉണ്ടല്ലോ. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാതെ, ഈമാനിൽ കൃത്യതയില്ലാതെ അങ്ങനെ ഒരു ജീവിതാണെങ്കിൽ ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും, അവർക്ക് പുറത്തു കൊടുക്കൽ അള്ളാന്റെ പേരിൽ ബാധ്യതയല്ല. വലാ ലിയഹ്ദിയഹും സബീല, അള്ളാഹ് അവരെ നേർമാർഗത്തിലാക്കൂല. പടച്ച തമ്പുരാന്റെ വാക്കാണ്. അതുകൊണ്ട് ഈ നേടിയെടുത്ത വിശ്വാസം, ഈ നേടിയെടുത്ത ഈമാൻ, ഈ നേടിയെടുത്ത തഖ്വ, ഈ നേടിയെടുത്ത റബ്ബിലുള്ള മനസ്സംതൃപ്തി അത് കൈവിടാതെ നാം മുന്നോട്ട് നീങ്ങുക. നാളെ പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് അൽഹംദുലില്ലാ പറയാനും അള്ളാഹുവിൻ്റെ വജ് കാണാനുമുള്ള ഒരു ഭാഗ്യത്തിനു വേണ്ടി നാം എപ്പോഴും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. നമ്മെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും അതിൽ ഓരോന്നിലും കൃത്യമായ ഹറാമ് ഹലാലുകൾ സൂക്ഷിച്ചു മുന്നോട്ട് നീങ്ങാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയം. റസൂലുള്ളാഹി പറയുന്നു, ഒരു മനുഷ്യൻ ഇങ്ങനെ കൈ ഉയർത്തുന്നു, എന്നിട്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന് പറയുന്നു. പക്ഷെ കൈഫ യുസ്തജാബു ലഹു, എങ്ങനെ ഉത്തരം കിട്ടുക? വമത്അമുഹു ഹറാം വൽബസു ഹറാം വഉദിയ ബിൽ ഹറാം, അവന്റെ ഭക്ഷണം ഹറാമാണ്, വസ്ത്ര ഹറാമാണ്, ഹറാമിൽ ഊട്ടപ്പെട്ടവനാണ്, ഹറാമിലൂടെ സമ്പാദിച്ചത്. ബിസിനസിന്റെ തുടക്കം സ്ത്രീധനം വാങ്ങിയ പണത്തിൽ നിന്നാണ്, പിന്നെ പലിശ, ലോണ്, ഹറാമുകളിലൂടെ ഉണ്ടാക്കി തീർത്ത സമ്പത്ത്, പിടിച്ചു പറയും പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും കള്ളത്തരങ്ങളെല്ലാം. എന്നിട്ട് അള്ളാന്റെ നേരെ കൈ ഉയർത്തുന്നു. എങ്ങനെ ഉത്തരം കിട്ടുക എന്നാണ്, അള്ളാഹ് സ്വീകരിക്കില്ല എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പരസ്പരമുള്ള ബന്ധങ്ങൾ, ബാധ്യതകൾ അത് ഉത്തമമാക്കാത്ത, നന്നാക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നാ പടച്ച തമ്പുരാൻ ചോദിക്കുന്നത്. സഹോദരങ്ങളോട് പൊറുക്കാത്ത, പ്രിയപ്പെട്ടവരോട് പൊറുക്കാത്ത, സുഹൃത്തിനോട് പൊറുക്കാത്ത നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കാൻ തേടുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പരിശുദ്ധമാക്കി തീർത്ത് ഏത് സന്ദർഭത്തിലും മരണത്തെ പ്രതീക്ഷിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ളൊരു സൗഭാഗ്യത്തെ ആഗ്രഹിച്ചുകൊണ്ട് അമലുകളെയും വിശ്വാസത്തെയും നാം ആ രൂപത്തിൽ ക്രമീകരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്ന വിജയികളായ ദാസന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഈമാനോടും വിശ്വാസ ദൃഢതയോടുകൂടി നേരിടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും പിഴവുകളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. നാളെ സ്വർഗത്തിൽ വെച്ച് നിന്റെ വജ് കാണാനുള്ള ഭാഗ്യം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹുവെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. നാഥ, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പാടും ത്യാഗവും സഹിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ റഹ്മത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റഹ്മാനെ, ഞങ്ങളുടെ പണ്ഡിതർ, നേതാക്കൾ, ഉസ്താദുമാർ എല്ലാ ആളുകൾക്കും നീ റഹ്മത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. ദുനിയാവിനാൽ വഞ്ചിക്കപ്പെട്ടുകൊണ്ട് ആഖിറത്ത് നഷ്ടപ്പെട്ടു പോകുന്ന നഷ്ടക്കാരിൽ പെട്ടുപോകാതെ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. ഏത് ഘട്ടത്തിലും നീ തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ പറയുന്ന, ഹംദ് പറയുന്ന, നിന്നോട് കൂറും നന്ദിയും കാണിക്കുന്ന നിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ അള്ളാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകൾ നയിക്കപ്പെടുന്ന ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ തന്നെ സ്വർഗപ്രവേശനം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹുവേ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ നീ ഞങ്ങൾക്ക് നിഅമത്തും ബർക്കത്തും പ്രദാനം ചെയ്യണമേ നാഥ. ഞങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് അവരുടെ പഠനത്തിൽ നീ ഉയർന്ന വിജയം നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബജീവിതം നീ സന്തോഷകരവും സംതൃപ്തിപൂർണവുമാക്കി തരണമേ തമ്പുരാനെ. മാരക രോഗങ്ങളിൽ നിന്നും, കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും, കടബാധ്യതകളിൽ നിന്നും റഹ്മാനെ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. പലസ്തീനിൻ്റെ മണ്ണിൽ വേദനയും യാതനയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അല്ലാഹുവേ നീ സമാധാനവും വിജയവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. صلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.